തായ്ലാൻഡ് പോകുമ്പോൾ എന്തായാലും ഈ ഒറാങ്കുട്ടൻ്റെ കൂടെയും ടൈഗറിൻ്റെ കൂടെയും പിക്ക് എടുക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്തോ ഇഷ്ടമായില്ല എനിക്ക് അതിനെ. എന്തായാലും പിക്ക് എടുക്കണം എന്ന് ഉറപ്പിച്ചിട്ടാണ് പോയത്. അപ്പം പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. മനസ്സോടെ പുറമേക്ക് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ ഞാൻ, എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്ക് അതിങ്ങനെ ഒപ്പം നിൽക്കുമ്പോൾ എന്തോ മാതിരി ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസരങ്ങളൊക്കെ എപ്പോഴും കിട്ടുന്നതല്ലല്ലോ. ഇതങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തു. ഈ ഒറാങ്കുട്ടാൻ്റെ കൂടെ ഫോട്ടോ എടുക്കണതിൻ്റെ ബിഹൈൻഡിലൊരു സ്റ്റോറിയും കൂടി നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റേണ്ടതായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ വന്ന ആർക്കും ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിലൊരു 30 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഇവരുടെ കൂടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. എല്ലാ സമയവും അവരെ ഫോട്ടോ എടുക്കാൻ അവരെ കൊണ്ട് നിർത്തുമായിരുന്നില്ല. ഞങ്ങൾ മോർണിംഗ് ചെന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മോർണിംഗിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അവർ കൊണ്ടുവരണ സമയത്ത്, ഒറാങ്കുട്ടനെ ഞങ്ങൾ കൊണ്ടുവരണ സമയത്ത് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പല ഷോകൾ, പല അനിമൽസിൻ്റെയും ഷോകൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് കാണാണ്ടിരിക്കാനും പറ്റില്ല. നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇവരിങ്ങനെ ഇത്രയും ട്രെയിൻ ചെയ്ത് ഇതുപോലത്തെ ഷോ അവർക്ക് കളിപ്പിക്കാൻ പറ്റണേന്ന് നമ്മൾ വിചാരിക്കും. നമുക്കത് കാണാണ്ടിരിക്കാനും പറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒറാങ്കുട്ടൻ്റെ കൂടെ പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നോക്കി അവസാനം ഷോ കഴിഞ്ഞ സമയത്ത് ഒറാങ്കുട്ടൻ്റെയും അവിടെ പിക്ക് എടുക്കൽ കഴിഞ്ഞ ആൾക്കാർ പോയി തുടങ്ങി. അങ്ങനെ ഈ ഒറാങ്കുട്ടനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവസാന നിമിഷത്തിൽ വേഗം വന്ന് ഫോട്ടോ എടുത്തത്. ആ സമയത്ത് ഞങ്ങൾ ഷോ കഴിഞ്ഞ് എത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ടൈഗറിൻ്റെ കൂടെയോ ഈ ഒറാങ്കുട്ടൻ്റെ കൂടെയോ ഫോട്ടോ എടുക്കാനോ നമുക്ക് പറ്റിയായിരുന്നില്ല. അപ്പം അതാണ് ഇതിൻ്റെ പിന്നിലെ കഥ.